ഇന്ന് മേഘാലയയിലെത്തിയിട്ട് സെക്കൻഡ് ഡേ ആണ്. ഇന്നാണ് ഞങ്ങൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ വന്നിട്ട് എല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് ക്ലോസായി. എല്ലാവരും ഭയങ്കര മിങ്കിളാവുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റി. ഇവിടെ വന്നിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു എല്ലാവരും. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ്, ബ്ലൂ ലഗോൺ വാട്ടർഫോള്, റെയിൻബോ വാട്ടർഫോള് ഒക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ 15,000 സ്റ്റെപ്പാണ് നമ്മൾ കയറും ഇറങ്ങും ചെയ്യേണ്ടത്. ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജിലേക്ക് 3,500 സ്റ്റെപ്പ്, ബ്ലൂ ലഗോൺ വാട്ടർഫോളിലേക്ക് 2,000 സ്റ്റെപ്പ്, അവിടുന്ന് റെയിൻബോ വാട്ടർഫോൾസിലേക്ക് 2,000. ടോട്ടൽ 7,500 സ്റ്റെപ്പാണ് വൺ സൈഡ്. 2 സൈഡ് 15,000. ആദ്യം ഡബിൾ ഡക്കർ വരുന്നത്. മാക്സിമം എല്ലാവരും ഡബിൾ ഡക്കർ ഫിനിഷ് ചെയ്യണം, അത് മസ്റ്റാണ്. ഡബിൾ ഡക്കർ ട്രക്കിങ് വരെ ഫിനിഷ് ചെയ്യൽ മസ്റ്റാണ്. അവിടുന്ന് അങ്ങോട്ട് പോകണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. തീരുമാനിക്കാം എല്ലാവരും. അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ 1.5 ട്രെക്കിംഗ് ആണ്. ഇത് കണ്ടില്ലേ ഈ സ്റ്റെപ്പ്? ഇതുപോലത്തെ സ്റ്റെപ്പ് കയറി ഇറങ്ങണം നമ്മൾ 15,000 സ്റ്റെപ്പ്. ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പുള്ള വിവരം ഒരു വീഡിയോയിൽ കണ്ടത്. 15,000 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവില്ല. ഒരു 25 നിലയുള്ളൊരു ഫ്ലാറ്റിൽ 500 സ്റ്റെപ്പേ കാണുള്ളൂ. ഇത് 15,000 ആകുമ്പോൾ എത്രത്തോളം ഉണ്ടാവും അത്? നമ്മൾ നടന്നു പോണ വഴിയിൽ കൂടി നിറയെ ഇങ്ങനത്തെ മഞ്ഞ പൂമ്പാറ്റകൾ നിറച്ചുണ്ടായിരുന്നു. പിന്നെ ഇതായി കൊച്ചു കൊച്ചു കടകളുണ്ടാവും ഇങ്ങനെ. ഇതിൽ നമുക്ക് കോളയും വെള്ളവും ചിപ്സ് അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ 3,500 സ്റ്റെപ്പ് കയറി ഇറങ്ങി ഞങ്ങൾ ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജിലേക്ക്, ലിവിങ് റൂട്ട് ബ്രിഡ്ജിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മരത്തിൻ്റെ റൂട്ട് കൊണ്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു കടയുണ്ട്. ഇവിടെ മാഗി ഓംലെറ്റ് എല്ലാം കിട്ടും. അതായിരുന്നു നമ്മളെ ലഞ്ച്. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് വിയർത്ത് കുളിച്ച് ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം ഊരി തോളിൽ കെട്ടിൻ്റെ അവസ്ഥയായിരുന്നു. അത്ര ചൂടായിരുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് കഴിക്കണ ഈ മാഗിക്കൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയോ? ഇനി ഇവിടുന്ന് 4,000 സ്റ്റെപ്പ് കൂടെ കയറാനുണ്ട്. 2,000 സ്റ്റെപ്പ് കയറിയാൽ ബ്ലൂ ലഗോൺ വാട്ടർഫോൾ കാണാം. പിന്നെ ഒരു 2,000 സ്റ്റെപ്പ് കൂടെ കയറി കഴിയുമ്പോൾ റെയിൻബോ വാട്ടർഫോൾസ് കാണാൻ പറ്റും. കയറിയാൽ മാത്രം പോരാ, അതൊക്കെ ഇറങ്ങുകയും വേണം. അത്രയും 4,000, 8,000 ഇനിയും വേണം. അങ്ങനെ ഇവിടുന്ന് മാഗി എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ബ്ലൂ ലഗോൺ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വീണ്ടും 2,000 സ്റ്റെപ്പ് നടക്കാൻ പോവുകയാണ്. തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങളിവിടെ കുളിക്കാൻ ഇറങ്ങുന്നത്. ഇങ്ങനെ ചാടി ചാടി കയറിപ്പോയ എന്നെ തിരിച്ചു കൊണ്ടുവരുന്ന വരെ ഒന്ന് നിങ്ങൾ കാണണം. വീഡിയോ ലാസ്റ്റ് പിന്നീട് കാണിക്കാം ഞാനത്.